കാലം മാറുന്നതനുസരിച്ച് സിനിമ മാറും. സിനിമയിൽ നാടകീയത അവതരിപ്പിക്കുന്ന രീതി, ഓഡിയൻസിന്റെ അഭിരുചി മാറുന്നതനുസരിച്ചിട്ട് വേറെ സ്വഭാവത്തിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാറേണ്ട ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ. പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന പരിപാടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം. എന്നാൽ പലപ്പോഴും പല സിനിമകളുടെയും എഴുത്തുപോലെ തന്നെ പ്രൊമോഷൻ ചെയ്യുന്ന രീതികളും ഔട്ട്ഡേറ്റഡ് മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന ഒരുവിധം സിനിമകളൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. അതിലേക്കുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പലപ്പോഴും ആ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിമുഖങ്ങളും മറ്റ് പ്രൊമോഷൻ സംഗതികളും ഒബ്സർവ് ചെയ്യാറുണ്ട്. പലപ്പോഴും സിനിമാക്കാർ പിന്തുടരുന്ന മെത്തേഡുകൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് പലതും വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റുമെന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒരു 2012 കാലഘട്ടത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയതിനു ശേഷം വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ഇന്ന് ആരും കാര്യമായിട്ട് ഉപയോഗിക്കാത്ത സംഗതികളും ഇന്നും ഉപയോഗിക്കുന്ന അടവുകളും ഈ അടുത്ത കാലത്തായിട്ട് വന്ന പുതിയ മാർഗ്ഗങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. പല പുതിയ മെത്തേഡുകളും വന്നിട്ടും ഇപ്പോഴും എല്ലാവരും തുടരുന്ന ഒരു ഐറ്റമാണ് സിനിമയുടെ ഒന്നാമത്തെ ഷോ കഴിഞ്ഞ് ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ സംവിധായകനോ നായകനോ ഒക്കെ താങ്ക് യു ഓൾ എന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടുന്നത്. പണ്ട് അത് ഫേസ്ബുക്കിലാണെങ്കിൽ ഇന്ന് അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ നല്ല പ്രതികരണം നേടിയ സിനിമകളുടെ അണിയറ പ്രവർത്തകർ മാത്രം ചെയ്തിരുന്ന ഈ ഒരു പ്രവൃത്തി ഇന്ന് മോശം സിനിമയുടെ അണിയറ പ്രവർത്തകരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലിടുന്ന താങ്ക് യു പോസ്റ്റുകളിലുള്ള വിശ്വാസ്യത പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. കൊറോണ സമയത്താണ് യൂട്യൂബ് റിവ്യൂകൾ കുറച്ചുകൂടി ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നത്. അതിനു മുന്നേ ഫേസ്ബുക്കും മറ്റുമായിരുന്നു റിവ്യൂകളുടെ ഒരു സ്രോതസ്സ്. ഇന്ന് ചില സിനിമകളുടെ റിവ്യൂ വരുന്ന സമയത്ത് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയുന്ന പരിപാടി ആ കാലത്ത് ഉണ്ടായിരുന്നു. അനുകൂലമല്ലാത്ത റിവ്യൂകൾ വരുമ്പോൾ തങ്ങളെ മനഃപൂർവ്വം ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ നോക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം അന്നും ഇന്നും നിലനിന്നു പോകുന്നുണ്ട്. ഇതിൽ സിമ്പിളായിട്ടൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. വർഷാവസാനം നമ്മൾ 10-20 വരുന്ന നല്ല സിനിമകളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ഈ പറയുന്ന ഡീഗ്രേഡ് ചെയ്ത് കൊന്നു എന്ന് പറയുന്ന സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഡീഗ്രേഡിംഗ് കളക്ഷനെ ബാധിച്ചു എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ലിസ്റ്റ് കണ്ടിട്ട് ആളുകൾക്ക് ചിരി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അന്യം നിന്ന് പോയ, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഒട്ടും മുഖവിലക്ക് എടുക്കാത്ത പഴയ കുറച്ച് അളവുകളെക്കുറിച്ച് സംസാരിക്കാം. അതിലൊന്നായിരുന്നു സെൻസർ ബോർഡ് അംഗങ്ങൾ കണ്ടിട്ട് കൈയടിച്ചു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഓഫീസിന്റെ ചുറ്റും 2 റൗണ്ട് ഓടി എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ. ഇത്തരം ഹൈപ്പ് ഉണ്ടാക്കി വന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതോടുകൂടി അത് മെല്ലെ നിന്നു. രണ്ടാമതായി, ഇപ്പോൾ ട്രോളാകുമെന്ന് പേടിച്ച് സിനിമാക്കാർ ഉപേക്ഷിച്ച ഒരു മെത്തേഡാണ് കേക്ക് മുറിക്കൽ. സിനിമ ഇറങ്ങിയ ദിവസം തന്നെ വൈകുന്നേരം ഏതെങ്കിലുമൊക്കെ തിയേറ്ററുകളിലേക്ക് താരങ്ങളോ സംവിധായകരോ പോവുകയും വിജയം ആഘോഷിക്കുന്നു എന്നും പറഞ്ഞ് കേക്ക് മുറിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ഘട്ടത്തിൽ നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന പ്രൊഡ്യൂസർമാർ തന്നെ ഈ ഒരു കേക്ക് മുറി പരിപാടിയെ പരിഹസിച്ചിരുന്നു. ഇന്നത്തെ തിയേറ്റർ വിസിറ്റ് പരിപാടിയുടെ ആദ്യത്തെ ഒരു ഫോം എന്ന് പറയുന്നത് ഹൗസ്ഫുൾ ബോർഡുകളുള്ള കൗണ്ടറിന് മുന്നിൽ അണിയറ പ്രവർത്തകർ നിൽക്കുന്ന തരം പോസ്റ്റുകളായിരുന്നു. ആദ്യമൊക്കെ സത്യസന്ധമായിട്ട് ഹൗസ്ഫുൾ ആയിരുന്ന സിനിമകൾ ഈ ഒരു മെത്തേഡ് പിന്തുടർന്നു. പക്ഷേ പിന്നീട് സിനിമയുടെ നിലവാരമില്ലായ്മ കാരണം ആളുകൾ കയറാത്ത സിനിമകൾ വരെ ഇതേ അടവ് പരീക്ഷിച്ചു തുടങ്ങി. കുറഞ്ഞ ആളുകൾ മാത്രമുള്ള തിയേറ്ററിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഹൗസ്ഫുൾ ബോർഡ് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. നിലവാരം കുറഞ്ഞ പല സിനിമകളും ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചതോടെ ആ ഒരു മെത്തേഡിന്റെയും വിശ്വാസ്യത ഇല്ലാതായി. സോഷ്യൽ മീഡിയയിൽ ലൈവ് വരിക എന്ന് പറയുന്ന പരിപാടി ട്രെൻഡായ സമയത്ത് സിനിമയുടെ റിലീസ് ദിവസം വൈകുന്നേരം നായകനും നായികയും സംവിധായകനും ഒക്കെ ലൈവിൽ വന്ന് പടം ഹിറ്റായി എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സംഗതി കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ആദ്യം സത്യസന്ധമായിട്ട് തുടങ്ങി, പിന്നീട് ഫ്ലോപ്പായ സിനിമകളും ഇതേ സ്ട്രാറ്റജി പിന്തുടർന്നതോടെ ആളുകൾക്ക് അതിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു തുടങ്ങി. ഇന്നും അത് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അതിൽ ഭൂരിഭാഗവും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന നിലക്ക് ചെയ്യുന്നതാണ്. പിന്നീടുണ്ടായ ഒരു സംഗതിയായിരുന്നു എറണാകുളത്തെ വനിതാ തിയേറ്ററുകളിൽ സിനിമയുടെ തന്നെ അണിയറ പ്രവർത്തകർ പടം കണ്ടിട്ട് പുറത്തേക്ക് വന്ന് സിനിമ അതിഗംഭീരമാണ് എന്ന അഭിപ്രായം പറയുന്ന പരിപാടി. ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും അടക്കം കുറേ കഥാപാത്രങ്ങളെ ആ ഒരു എപ്പിസോഡിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് പല സ്ഥലത്തും പല ആളുകളും ഇത്തരത്തിലുള്ള ഷോകളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞതോടെ അതിൻ്റെയും ആയുസ് അവസാനിച്ചു. ഇപ്പോഴും പ്രചാരത്തിലുണ്ടെങ്കിലും ആരും മുഖവിലക്ക് എടുക്കാത്തൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ബുക്ക് മൈ ഷോ റേറ്റിംഗ്, IMDb റേറ്റിംഗ് മുതലായവ പോസ്റ്ററിൽ ചേർക്കുന്നത്. ബുക്ക് മൈ ഷോയിലെ റേറ്റിംഗ് എല്ലാം അവർക്ക് പണം കൊടുത്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സംസാരിച്ചിട്ടുണ്ട്. IMDb എന്ന് പറയുന്നത് എനിക്കോ നിങ്ങൾക്കോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതുപോലെ ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് അക്കൗണ്ടുകൾ കയ്യിലുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ അനായാസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മളിൽ എത്ര പേർ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ IMDb പേജിൽ പോയിട്ട് റേറ്റിംഗ് ഇടാൻ മെനക്കെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റത്തിന് ആളുകളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല.
ഞാൻ ഇത്രയും നേരം പറഞ്ഞ മെത്തേഡുകൾ ഒന്നും തന്നെ ഇന്ന് ആരും ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ അത് കണ്ട് പടം ഹിറ്റാണ് എന്ന് ചാടിക്കയറി വിശ്വസിക്കുന്ന പ്രേക്ഷകരുടെ ശതമാനം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി 2026 ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രൊമോഷൻ പരിപാടികൾ എത്തരത്തിലുള്ളതാണ് എന്ന് നോക്കാം. ഇപ്പോൾ ചെറുതായിട്ട് പച്ച പിടിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡാണ് പ്രിവ്യൂ ഷോകൾ. അതിൽ ഭൂരിഭാഗം സമയത്തും സിനിമയുടെ അണിയറ പ്രവർത്തകരോ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കും വരിക. വളരെ താരനിബിഡമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. പലപ്പോഴും നിരൂപകർക്കും അതിലേക്ക് ക്ഷണം ലഭിക്കാറുണ്ട്. പ്രിവ്യൂ ഷോ എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തമായ ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നല്ല. തങ്ങളുടെ സഹപ്രവർത്തകരുടെ സിനിമ ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സെലിബ്രിറ്റീസും ആ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കൂടി നിൽക്കുന്ന അവിടുത്തെ മാധ്യമങ്ങളോട് സിനിമ നല്ലതാണെന്ന് മാത്രമേ പറയുകയുള്ളൂ. ഇൻഡസ്ട്രിയിൽ ഉള്ളവരെയും മാധ്യമങ്ങളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് റിലീസിന് തലേദിവസം ഒരു പ്രിവ്യൂ നടത്തുക എന്ന് പറയുന്നത് മറ്റ് പല ഇൻഡസ്ട്രികളിലും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളത്തിൽ ഈ അടുത്തായിട്ടാണ് അത് കുറച്ചെങ്കിലും കൂടി വരുന്നത്. നീലക്കുയിലും മഞ്ഞക്കുയിലും ഒക്കെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് വരുന്ന സെലിബ്രിറ്റികളുടെ അഭിപ്രായം വരും എന്ന് കണക്കിലെടുത്താണ് ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പലരും ഉപയോഗിക്കുന്നത്. പിന്നെ മാർക്കറ്റ് അനലിസ്റ്റുകളൊക്കെ പടം കണ്ട് റിലീസിന് മുന്നേ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ഇടാനും ഇത്തരത്തിലുള്ള പ്രിവ്യൂ ഷോകൾ സിനിമകളെ സഹായിക്കും. ഇതിന് മുന്നേ പറഞ്ഞ മെത്തേഡുകളെ പോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിലും സത്യസന്ധത കുറവാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഈ മാർക്കറ്റിംഗ് അടവും മലയാള സിനിമ മാറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് തിയേറ്റർ വിസിറ്റ് വീഡിയോകൾ. ഇതിനെ പൂർണ്ണമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. വാഴ 2 ഗംഭീരമായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൈജു കുറുപ്പും ടീമും മോഹിനിയാട്ടം എന്ന സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തത് വളരെ സത്യസന്ധമായ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ മാർച്ച് ഏപ്രിൽ സമയത്ത് വന്ന പ്രതീക്ഷിച്ച രീതിയിൽ ഓടാത്ത പല സിനിമകളിലും അത്രയ്ക്ക് സ്വാഭാവികത ഇല്ലാത്ത തിയേറ്റർ വിസിറ്റ് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാസ്റ്റും ക്രൂവും തിയേറ്റർ വിസിറ്റിന് വരുന്ന ഷോകൾ ഏതെങ്കിലും വിധേന ഹൗസ്ഫുൾ ആക്കിയിട്ട് അവിടെ ഉള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന ഒരു പരിപാടി നമുക്ക് കാണാൻ സാധിക്കും. സിനിമ കണ്ടവരാണെങ്കിൽ ഈ നാടകം കളി കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. വളരെ വൈകാതെ വിശ്വാസ്യത കുറയാൻ സാധ്യതയുള്ള ഒരു കലാരൂപമാണ് ഈ പറയുന്ന തിയേറ്റർ വിസിറ്റ്. ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രിവ്യൂ ഷോകളും തിയേറ്റർ വിസിറ്റും ഒരുപക്ഷെ നിലനിന്നു പോകും. പക്ഷേ അതിലുള്ള വിശ്വാസ്യത നിലനിൽക്കാൻ ഇത് ചെയ്യുന്ന സിനിമകളും നന്നാവുക തന്നെ വേണം. പിന്നെ ഇപ്പോഴുള്ളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെൻഡായിട്ട് തോന്നിയിട്ടുള്ളത് കോർപ്പറേറ്റ് ബുക്കിംഗ് ആണ്. അത് മലയാള സിനിമയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. അങ്ങ് ബോളിവുഡ് വരെ ഈ പരിപാടി പരീക്ഷിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല. ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒന്നാം ദിവസം ഒന്നാമത്തെ ഷോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ബുക്കിംഗ് ഓപ്പണായി കുറച്ച് കഴിഞ്ഞിട്ടും ടിക്കറ്റ് ഒന്നും പോയിട്ടില്ലെങ്കിൽ സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ ഒരുപാട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും ആളുകളിലേക്ക് ആ ടിക്കറ്റ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഷോ ഹൗസ്ഫുൾ ആക്കി മാറ്റുന്നു. ഇതിന്റെ സങ്കടകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഹിറ്റായിട്ടുള്ള സിനിമകൾക്ക് പോലും ആദ്യ ദിവസം ഈ ഒരു മെത്തേഡ് പിന്തുടരേണ്ടി വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ മൊത്തം സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യുന്നത് പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഇവരുടെ രീതി എപ്പോഴും സിനിമ കാണുന്ന വ്യക്തികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കോർപ്പറേറ്റ് ബുക്കിംഗ് പരിപാടിയുടെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ വെറുതെ കിട്ടുന്ന ടിക്കറ്റ് എന്ന നിലക്ക് സിനിമ കാണാൻ വരുന്നവർ പണം കൊടുത്ത് സിനിമ കാണുന്നവരുടെ എക്സ്പീരിയൻസ് കൂടെ ഇല്ലാതാക്കുന്നുണ്ട്. നിർമ്മാതാവിന് നേരിട്ട് ഇതിൽ വലിയ കൈയില്ലാത്തതുകൊണ്ട് ഈ ഒരു ദുരവസ്ഥ അവരുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടില്ല. പലപ്പോഴും ഫ്രീ ടിക്കറ്റിൽ വരുന്നവരുടെ തിയേറ്ററിനുള്ളിലുള്ള പ്രകടനം കാരണം ശരാശരി എന്ന് തോന്നാവുന്ന സിനിമ വരെ ആളുകൾക്ക് മോശമായിട്ട് തോന്നാനുള്ള സാഹചര്യമുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം പലപ്പോഴും ഏറ്റവും നല്ല സീറ്റുകളായിരിക്കും ഇങ്ങനെ കോർപ്പറേറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾ ഷോ നടക്കാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നത്. നല്ലൊരു സീറ്റിലിരുന്ന് പണം കൊടുത്ത് ഓഡിയോയും വിഷ്വലും വൃത്തിക്ക് ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രേക്ഷകന് നല്ല സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം കൂടി ഈ ഒരു പരിപാടി സൃഷ്ടിക്കുന്നുണ്ട്. ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഫുള്ളായിരുന്നു. തിയേറ്ററിലെത്തിയപ്പോൾ ആ സീറ്റിലൊന്നും പലരെയും കണ്ടില്ല എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ പലപ്പോഴും കാണാറുണ്ട്. അതും ഈ കോർപ്പറേറ്റ് ബുക്കിങ്ങിന്റെ ഫലമാണ്. ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളാണ്. ഇതുപോലെ മാർക്കറ്റിംഗിൽ ഏറ്റവും അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡാണ് സക്സസ് ട്രെയിലർ. ഇതും ഈ പറഞ്ഞതുപോലെ മോശം സിനിമകളും നല്ല സിനിമകളും ചെയ്യുന്നുണ്ട്. നല്ല സിനിമകൾ സക്സസ് ട്രെയിലർ ഇറക്കും എന്നൊരു പൊതുബോധം ഇപ്പോൾ ഉള്ളതുകൊണ്ട് മോശം സിനിമകളും അവരുടെ സിനിമ നല്ലതാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ സക്സസ് ട്രെയിലറുമായിട്ട് വരുന്നുണ്ട്. സിനിമ എത്ര വലിയ പരാജയമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സക്സസ് ട്രെയിലർ എത്ര പെട്ടെന്നാണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി എന്നൊരവസ്ഥ നിലവിലുണ്ട്. പിന്നെയുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. ഈ അടുത്തായിട്ട് മലയാള സിനിമയിൽ പ്രമുഖ താരങ്ങൾ അതിഥി വേഷത്തിലെത്തുമ്പോൾ അതിനെ സീക്രട്ടായി ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം പടം റിലീസായി വൈകുന്നേരം ആകുമ്പോൾ തന്നെ ആ വിവരം മൊത്തത്തിൽ പുറത്തുവിടുന്നൊരു സാഹചര്യമുണ്ട്. 1-2 ദിവസം കഴിഞ്ഞ് കുടുംബത്തോടെയോ അവധി ദിവസമോ പടം കാണാമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു എക്സ്ക്ലൂസീവ് അനുഭവം ഇല്ലാതാക്കുന്ന പരിപാടിയാണ്
ചാടിക്കയറി ഇങ്ങനെ ആ ക്യാരക്ടറിന്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ പുറത്തുവിടുന്നത്. പിന്നെ അടുത്തായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ള സംഗതിയാണ് ഇൻസൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പല പേജുകളും പ്രൊഫൈലുകളും ചില സിനിമകളെ കുറിച്ച് പറയുന്നത്. മേലെ പറഞ്ഞ മെത്തേഡുകളെ പോലെ തന്നെ ഇതും തുടക്കത്തിൽ സത്യസന്ധമായ രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ വന്ന് അത്തരത്തിൽ ഗംഭീര ഇൻസൈഡ് റിപ്പോർട്ട്, OTT പ്ലാറ്റ്ഫോമുകൾ പടം വാങ്ങാൻ വേണ്ടി വടം വലിക്കുന്നു ടൈപ്പ് സംഗതികൾക്ക് ശേഷം സിനിമ തിയേറ്ററിൽ വരുമ്പോൾ മിക്സ്ഡ് അല്ലെങ്കിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയനുകൾ വരുന്നത് കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനിങ്ങനെ കളക്ഷൻ റിപ്പോർട്ട് വന്ന് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നതിനോട് വിയോജിപ്പുള്ള വ്യക്തിയാണ്. പല നിർമ്മാതാക്കളും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്നത് പ്രേക്ഷകൻ അറിയേണ്ട പോലും കാര്യമല്ല. ടിക്കറ്റ് പ്രൈസുകൾ പല സ്ഥലത്തും പല രീതിയിലായതുകൊണ്ടും സ്ക്രീനുകളുടെ എണ്ണം നിലവിൽ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഓപ്പണിംഗ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് സിനിമയുടെ ഗുണനിലവാരത്തിന്റെ ഒരു അളവുകോലായിട്ട് കാണാൻ സാധിക്കില്ല. ലോങ് ടേമിൽ നോക്കുമ്പോൾ ഒരു സിനിമയുടെ സക്സസിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഫുട്ഫോളുകളാണ്. അതായത് എത്ര ആളുകൾ സിനിമ കാണുന്നു എന്നത്. ഐഡിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമാക്കാർ മാർക്കറ്റ് ചെയ്യുന്ന ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിങ് എന്ന് പറയുന്ന സംഗതി വളരെ ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയാണ്. ഒരുപാട് ആളുകൾ ആ സിനിമ കാണുന്നുണ്ട് എന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ഫുള്ളി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാൻ പറ്റില്ല. ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് അവർ കൊടുക്കും എന്നൊരു വെളിപ്പെടുത്തൽ വന്നുകൂടായികയില്ല. അതാണ് ചരിത്രം. ഇനി ബുക്ക് മൈ ഷോ അഥവാ അതിനൊന്നും വഴങ്ങിയില്ലെങ്കിലും കോർപ്പറേറ്റ് ബുക്കിംഗ് ചെയ്യുന്ന രീതിയിൽ ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ട് നിർമ്മാതാവിന് തന്നെ തൻ്റെ സിനിമ ട്രെൻഡിങ് ആണെന്ന് വരുത്തി തീർക്കാം. ചില യൂട്യൂബ് ചാനലുകൾ വ്യൂ ഫാമിംഗ് നടത്തുന്നത് പോലെ. വേറെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ചില വിശകലന പോസ്റ്റുകളാണ്. ആദ്യമൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാത്ത ചില പേഴ്സ്പെക്റ്റീവുകളൊക്കെ തരുന്ന പോസ്റ്റുകളായിരുന്നു ഇങ്ങനെ വന്നത്. ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഏത് രീതിയിൽ കളർ തിയറി ഉപയോഗിച്ചു എന്നതൊക്കെ പറയുന്ന പോസ്റ്റുകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ എന്ന ഫീച്ചർ കൊണ്ടുവന്നതോടെ ഏത് വിധേനയും റീച്ച് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇത്തരം പോസ്റ്റുകൾ ഒതുങ്ങി. ഏതെങ്കിലും സിനിമയിലുള്ള ട്രെയിലറിലോ പാട്ടിലോ ഉള്ള സീനുകളുടെ സ്ക്രീൻഷോട്ട് അടുക്കി വെച്ചുകൊണ്ട് വളരെ ജനറിക് ആയിട്ടുള്ള ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് കൊളാബറേറ്റ് ചെയ്ത് പോസ്റ്റുകൾ ഇടും. തിയേറ്ററിൽ ഏത് വിധേനയും ആളുകളെ എത്തിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് മിക്കപ്പോഴും സംവിധായകരും നടന്മാരും ഇത്തരം കൊളാബറേഷൻ പോസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യും. തുടക്കത്തിൽ വായിക്കാനൊക്കെ താല്പര്യം തോന്നിയിരുന്ന ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇന്ന് കാണുമ്പോൾ തന്നെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണെന്ന് മനസ്സിലാവുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സത്യസന്ധമായിട്ട് പോകുന്ന എന്നാൽ വളരെ അടുത്ത് തന്നെ കലർപ്പ് വരാൻ സാധ്യതയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് രാത്രി കൂടുതൽ ഷോകൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു വരാൻ പോകുന്ന പോസ്റ്ററുകളാണ്. നിലവിൽ സത്യസന്ധമായിട്ട് ഡിമാൻഡുകളുള്ള സിനിമകൾക്ക് തന്നെയാണ് അഡീഷണൽ ഷോ കളിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. ഇനി ഭാവിയിൽ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ആവുകയാണെങ്കിൽ പ്രൊഡ്യൂസറിനെ കുത്തുപാള എടുപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓരോ ഷോ നടത്തുന്നതിനും നിർമ്മാതാവ്, UFO, ക്യൂബ് മുതലായ സാറ്റലൈറ്റ് സർവീസ് പ്രൊവൈഡർമാർക്ക് പണം കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ഫ്രീ ടിക്കറ്റ് ആയിട്ടാണ് ചില നിർമ്മാതാക്കൾ പൈസ കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സമീപ ഭാവിയിൽ അഡീഷണൽ ഷോ നടത്താനും പൈസ കൊടുത്ത് ആ ഷോയിൽ ആളെ കയറ്റാനും പൈസ കൊടുക്കുന്ന അവസ്ഥ വരും. അപ്പോൾ എന്താണ് ഒരു സിനിമ സക്സസ്ഫുൾ ആണ് എന്നത് ഇന്ന് മനസ്സിലാക്കാനുള്ളൊരു മാർഗം? സിനിമകൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനൊരു സിനിമയുടെ സക്സസ് നോക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ചില മാർഗ്ഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്ന്, പല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലുള്ള ബുക്കിംഗ് നോക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു തിയേറ്ററിൽ മാത്രം ബുക്കിംഗ് ഓറഞ്ച് ആകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രൊഡ്യൂസർമാർ ഫ്രീ ടിക്കറ്റ് കൊടുത്തതാകാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ ഹൈപ്പില്ലാത്ത സിനിമ നല്ല റിവ്യൂസ് വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്കിങ്ങുകളിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഒരു തിയേറ്ററിൽ മാത്രമായിരിക്കില്ല തിരക്ക്, എല്ലാ സ്ഥലത്തും ഏതാണ്ട് ഒരേ രീതിയിൽ ടിക്കറ്റുകൾ പോകും. പിന്നെ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ഷോയിനേക്കാൾ കൂടുതൽ ഷോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ആകുമ്പോഴേക്കും സിനിമയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൂടുതലായിട്ട് ആ സിനിമ ചൂസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതിൻ്റെ ഈ അടുത്ത് വന്ന ഏറ്റവും മികച്ച ഉദാഹരണമാണ് മോഹിനിയാട്ടം. വാഴ 2 തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ചു വന്നപ്പോൾ പല സ്ഥലത്തും ചെറിയ സ്ക്രീനുകളും കുറഞ്ഞ ഷോകളുമായിട്ടായിരുന്നു മോഹിനിയാട്ടം എന്ന പടം തുടങ്ങിയത്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കളക്ഷൻ ലഭിച്ചപ്പോൾ ഏതാണ്ട് ഓട്ടത്തിന്റെ 16-ാം ദിവസം പ്രതിദിന കളക്ഷനിൽ വാഴയെ മറികടക്കാൻ മോഹിനിയാട്ടത്തിന് സാധിക്കുകയും പല സ്ഥലത്തും വാഴ കളിച്ച വലിയ സ്ക്രീനുകളിൽ മോഹിനിയാട്ടത്തിന് ഷോ ലഭിക്കുകയും ചെയ്തു. ജെനുവിനായിട്ടുള്ള ഒരു ഹിറ്റ് സംഭവിക്കുമ്പോഴുള്ള ഒരു പ്രതിഭാസമാണിത്. താരരാജാക്കന്മാർ ഒന്നിച്ച പേട്രിയറ്റ് വന്നപ്പോഴും തിയേറ്ററുകൾ മോഹിനിയാട്ടത്തെ എടുത്തു കളഞ്ഞില്ല. സിനിമകളെ സംബന്ധിച്ച അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്ന പേജുകൾ നോക്കുന്നതും ഒരു നല്ല മെത്തേഡാണ്. അതായത് ഒരു സിനിമ സത്യസന്ധമായിട്ട് മികച്ച പെർഫോമൻസ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുകയാണെങ്കിൽ ട്രേഡ് അനലിസ്റ്റുകളും കളക്ഷൻ കാര്യങ്ങൾ സംസാരിക്കുന്ന പേജുകളുമൊക്കെ അവരുടേതായ പോസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് എഴുതി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അണ്ടർ പെർഫോം ചെയ്യുന്ന സിനിമകളെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ നിർമ്മാതാവ് അയച്ചു കൊടുക്കുന്ന പോസ്റ്ററും ക്യാപ്ഷനും തന്നെയാവും എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്യുക.
ഇത് ഞാനല്ല, PR ആയിട്ടുള്ള പ്രതീഷ് ശേഖർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. റണ്ണിങ് സക്സസ്ഫുള്ളി, നൗ ഇൻ സിനിമാസ് എന്നൊക്കെ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള പോസ്റ്റുകളുടെ ക്യാപ്ഷൻ. അതായത് ആരോ പറഞ്ഞ് ആ പോസ്റ്റ് ഇടിച്ചതാണ് എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നല്ല അഭിപ്രായം ഉണ്ടാക്കിയ സിനിമകൾ നമ്മുടെ ഇടയിൽ സിനിമകളൊന്നും കാര്യമായിട്ട് കാണാത്ത ആളുകളുടെ വരെ ചെവിയിലെത്തും. ഇനി അടുത്തത് പ്രൊമോഷനാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം? വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ ടൂൾ എന്ന് പറയുന്നത് ഒരുപാട് കഥ റിവീൽ ചെയ്യാതെ എന്നാൽ എക്സൈറ്റ്മെന്റ് അതിന്റെ ഒരു മുൾമുനയിൽ എത്തിക്കുന്ന തരം ട്രെയിലറുകളാണ്. ട്രെയിലർ ആ രീതിക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ തിയേറ്ററുകളിൽ നല്ല സിനിമകളുടെ തുടക്കത്തിലോ നടുവിലോ ആ ട്രെയിലർ സ്ക്രീൻ ചെയ്യുകയും ചെയ്താൽ ഒരുപാട് പ്രേക്ഷകരിലേക്ക് ആ പടം ഇറങ്ങുന്നതിന്റെ ഒരു ഇൻഫർമേഷൻ പോകും. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ട്രെയിലർ ആ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ 2 സിനിമകളാണ് രോമാഞ്ചവും എമ്പുരാനും. രോമാഞ്ചം അതിന്റെ എഡിറ്റിംഗ് മികവിലൂടെ സിനിമ ഉദ്ദേശിക്കുന്ന ഫൺ മൂഡ് സ്പോയിലറുകൾ ഇല്ലാതെ കാണിച്ചപ്പോൾ, എമ്പുരാൻ അതിന്റെ സ്കെയിൽ കാണിക്കേണ്ട അളവിൽ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചു. ഇന്ന് യൂട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേഷനായിട്ട് വരുന്ന സ്കിറ്റുകളെല്ലാം തന്നെ അങ്ങനെ ഒരു സിനിമ പുറത്തു വരുന്നുണ്ട് എന്ന് ആളുകളെ അറിയിക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിലൂടെ സിനിമയെക്കുറിച്ച് അറിയുന്നവരും അണിയറ പ്രവർത്തകർ മോളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ആളുകളും ഒന്നും സിനിമ എന്തായാലും കാണും എന്ന് വിചാരിക്കുന്നവരല്ല. ട്രെയിലർ കണ്ടിട്ട് 2 മനസ്സിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ റിപ്പോർട്ട് നോക്കിയിട്ടാവും അത്തരക്കാരും സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. യൂട്യൂബിൽ വരുന്ന ഇന്റർവ്യൂകളിലേക്ക് വരുമ്പോൾ പലപ്പോഴും താരങ്ങൾ പ്രേക്ഷകർ എത്തരത്തിലുള്ള സിനിമകളാണ് കാണുന്നത് എന്ന സംഗതി മറക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇതൊരു ഫാമിലി എന്റർടൈനറാണ്, കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും, നിങ്ങൾക്ക് ചിരിക്കാനുള്ളതുണ്ട്, കരയാനുള്ളതുണ്ട്, ഡാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂപ്പർ മാർക്കറ്റുകാർ പത്രത്തിന്റെ ഉള്ളിൽ തിരികെ കയറ്റുന്ന പാംഫ്ലെറ്റ് പോലെ കഴിഞ്ഞ 20 കൊല്ലത്തിന് മുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ പല്ലവി ഇന്നും പലരും സിനിമയുടെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം. വർഷം 2026 കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ ഹിറ്റാകുന്ന ഭൂരിഭാഗം സിനിമകളും ജോണർ സിനിമകളാണ്. ഇങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള എലമെന്റുകൾ ഫോർമുല പോലെ കയറ്റി വെച്ചിട്ടുള്ള സിനിമകൾ പലപ്പോഴും പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇന്റർവ്യൂവിൽ ചെന്നിരുന്ന് ഇത്തരത്തിലുള്ള കേട്ടുപഴകിയ പ്രൊമോഷൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പലപ്പോഴും ആളുകൾക്ക് നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഫീലാണ് വരുന്നത്. അതുപോലെ തന്നെയുള്ള വേറെ ഒരു പദപ്രയോഗമാണ് ഞങ്ങളുടേത് ഒരു ചെറിയ സിനിമയാണ് എന്നത്. പൃഥ്വിരാജ് പറഞ്ഞ ചെറിയ സിനിമയല്ല ഞാൻ ഉദ്ദേശിച്ചത്. തരക്കേടില്ലാത്ത പടം എന്ന അഭിപ്രായം വന്നാൽ തന്നെ തിയേറ്ററിൽ കാണണോ OTTയിൽ കാണണോ എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകന്റെ മുന്നിൽ പോയിട്ട് ചാരിറ്റി പ്രവർത്തകർ ഫണ്ട് ചോദിക്കുന്നത് പോലെ ഞങ്ങളുടേത് ഒരു ചെറിയ സിനിമയാണ് എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ പോയാൽ അവർക്ക് അതിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. എന്തെങ്കിലും പുതിയതായിട്ട് പറയാൻ ശ്രമിക്കുന്ന നല്ല സിനിമകൾ എടുക്കുക, എന്നിട്ട് ആ പോയിന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് സെല്ല് ചെയ്യുന്ന രീതിയിൽ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക, പ്രൊമോഷൻ പരിപാടികൾ ഡിസൈൻ ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലെയിമുകൾ ആത്മവിശ്വാസത്തോടെ നടത്തുക. തിയേറ്റർ മര്യാദകൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന സംഗതി സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഫോളോ ചെയ്യാവുന്ന ഒന്നാണ്. ഇന്ന് ഒരു സിനിമ കാണേണ്ട രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകന് തടസ്സമായിട്ടുള്ള ഒരു സംഗതിയാണ് സൈലന്റ് അല്ലാത്ത മൊബൈൽ ഫോണുകളും പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഫോട്ടോയും വീഡിയോയും എടുക്കുന്നവരും. പലപ്പോഴും സിനിമയുടെ അഭിപ്രായം സ്റ്റോറി ആയിട്ട് ആളുകൾ ഇടുമ്പോൾ തിയേറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയോ വീഡിയോയോ അതിൽ ചേർക്കും. അണിയറ പ്രവർത്തകരെ ടാഗ് ചെയ്യുമ്പോൾ അത് അവർ സ്വന്തം സ്റ്റോറിയിൽ ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് പല ആളുകളും മൊബൈലും തുറന്നുകൊണ്ട് സിനിമ കാണുന്നത്. അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ള പോസ്റ്ററുകളോ വീഡിയോ ക്ലിപ്പുകളോ ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള സ്റ്റോറികൾ ഇടാവുന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് പൈറസി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ സംഗതി സിനിമാ പ്രവർത്തകർ ഷെയർ ചെയ്യുന്നത് നിർത്തിയാൽ പലർക്കും പോസ്റ്റ് ചെയ്യുന്നതിനോടുള്ള താല്പര്യം കുറയും. പടം ഏത് വിധേനയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ ഇതുപോലെയുള്ള സംഗതികൾ ഷെയർ ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഫോൺ നോക്കിയിരിക്കുന്നവരുടെ എണ്ണം കൂട്ടുന്ന ഒരു പരിപാടിക്ക് നിൽക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത് അതിരടി എന്ന സിനിമയുടെ പെയ്ഡ് പ്രിവ്യൂവിന് ശേഷം അതിന്റെ നിർമ്മാതാവിന്റെ തന്നെ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സിനിമയിൽ ബേസിൽ ജോസഫിന്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ അവർ കൈയടിക്കുന്നത് തിയേറ്ററിനകത്ത് ഫ്ലാഷ് അടിച്ചുകൊണ്ട് സെൽഫി വീഡിയോ പോലെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് റീൽ പങ്കുവെക്കുന്നത്. തിയേറ്ററിനകത്ത് ലേറ്റ് ആയിട്ട് വന്നിട്ട് ഫ്ലാഷ് അടിച്ച് സീറ്റ് നോക്കുന്നത് തന്നെ അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്താണ് ഈ സിനിമയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളവർ തന്നെ പടം കാണുന്നത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടുന്നത് നോർമലൈസ് ചെയ്യുന്നത്. ഈ പറയുന്നതിന് ചിലപ്പോൾ എന്നെ പിടിച്ച് തന്തവായി ബാക്കും എന്നറിയാം. സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ തിയേറ്ററിനകത്ത് നിന്ന് സിനിമ റെക്കോർഡ് ചെയ്യുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഡേ ഇൻ മൈ ലൈഫ് പോലെ സെൽഫി ബ്ലോഗിംഗ് നടത്തുന്നതും ഒക്കെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം നാട്ടുകാർ ഒന്നും എന്താണ് പണ്ടത്തെ പോലെ തിയേറ്ററിലേക്ക് വരാത്തത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററുകൾ എന്റർടൈൻമെന്റിന്റെ പല ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകളെ തിയേറ്ററുകളിൽ നിന്ന് അകറ്റുന്ന പല ഘടകങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ അനാവശ്യ മൊബൈൽ ഉപയോഗ പരിപാടിയിൽ നിന്ന് സിനിമാക്കാരെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്തണം. പിന്നെ അനുകൂല റിവ്യൂകൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം കലാപരിപാടിയാണ് ഞാൻ കണ്ടു നല്ല പടമാണ്, മോശം പറയുന്നവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള റീൽ വീഡിയോസ്. ഏപ്രിലും മെയ്യിലുമായിട്ട് ഒരു പിടി ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത 2 സിനിമകളും ഏറെക്കുറെ ആരും ഓർക്കാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്.
പറഞ്ഞു വരുന്നത് ഈ പുതിയ മാർക്കറ്റിംഗ് അടവിനെ ഒരു മയത്തിലൊക്കെ ഉപയോഗിച്ചാൽ ഈ കൊല്ലം അവസാനം വരെയെങ്കിലും ഓടിക്കാം. ഇങ്ങനെ റിപ്പോർട്ട് മോശമാകുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമിൽ കൊട്ടേഷൻ കൊടുത്താൽ കർക്കിടകത്തിന് മുമ്പേ ആ അടവ് പടമാകും. സിനിമകളുടെ പ്രൊമോഷൻ രീതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്റർവ്യൂകളിൽ കേട്ടുമടുത്ത, കേൾക്കുമ്പോൾ തന്നെ പടത്തിന്റെ നിലവാരം മനസ്സിലാകുന്ന എന്തെങ്കിലും ലൈനുകളുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്